എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി കൂട്ട് തന്നെയാണ് കൂട്ടുകാരുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് പോകുന്നത്. ഇതുപോലെ ഒരു തോരൻ ഉണ്ടെങ്കിൽ നമുക്ക് ചോറുണ്ണാൻ പിന്നെ മറ്റ് കറികളുടെ ആവശ്യമേ ഇല്ല. ചൂട് ചോറിനോടൊപ്പം ഇതും കൂടെ കുഴച്ച് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് തന്നെയാണ്. ഒരു അയിലമീൻ ഉണ്ടെങ്കിൽ ഒരു 4 പേർക്കൊക്കെ വയറ് നിറച്ച് ചോറുണ്ണാനുള്ള ഒരു റെസിപ്പി കൂട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. നല്ല ടേസ്റ്റിയാണ്. ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം തീർച്ചയായിട്ടും കൂട്ടുകാർ. അപ്പോൾ നമുക്കിതൊന്ന് തയ്യാറാക്കുന്ന വിധം വേഗത്തിലൊന്ന് കണ്ടിട്ട് വന്നാലോ. ഈ മസാലത്തോരൻ തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് അയിലമീനാണ് ആവശ്യം. ഒരു മീനാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. ഒരെണ്ണം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് 4 പേർക്കൊക്കെ കഴിക്കാനുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു മസാലത്തോരൻ തന്നെ തയ്യാറാക്കിയെടുക്കാം. മീനൊന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട്. അതിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 1/4 കപ്പ് അളവിൽ വെള്ളം കൂടെ വെച്ച് കൊടുത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. പെട്ടെന്ന് തന്നെ അയിലയൊക്കെ വെന്ത് കിട്ടും. അടച്ചു വെച്ച് ഒരു സൈഡ് കുക്കാവുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് തേങ്ങ ചിരകിയതുണ്ട്. ഒരു 12 പീസോളം ചെറിയുള്ളി വട്ടത്തിലരിഞ്ഞതാണ്. ഒരു 3 കഷ്ണം വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും എടുത്തിട്ടുണ്ട്. കുറച്ച് കറി ലീഫും. ചെറിയുള്ളി തന്നെ എടുക്കണം നമ്മൾ ഈ ഒരു മീൻ തോരൻ തയ്യാറാക്കി എടുക്കുമ്പോൾ. പുളിക്ക് ആവശ്യമായിട്ട് ഞാൻ വാളംപുളിയാണ് എടുത്തേക്കുന്നത്. ഒരു ചെറിയ നെല്ലിക്ക വലിപ്പമുള്ള പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. മീൻ കുക്ക് ചെയ്യാൻ വെച്ചിട്ട് ഏകദേശം ഒരു 5 മിനിറ്റോളം ആയിട്ടുണ്ട്. ഒരു സൈഡ് ഏകദേശം കുക്കായി വന്നപ്പോൾ ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. ആ സൈഡും കൂടെ ഒന്ന് കുക്കായി കിട്ടണം. 2 സൈഡും കുക്കായി വന്നപ്പോഴത്തേക്കിന് ഒരു പ്ലേറ്റിലോട്ട് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ചെറിയ ചൂടുണ്ട്. ചൂടോടുകൂടി നമുക്ക് കൈകൊണ്ട് അടർത്തി മാറ്റാനായിട്ട് പാടാണ്. ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് നമുക്കതിൻ്റെ ദശയെല്ലാം ഒന്ന് അടർത്തിയെടുക്കാം. മീൻ നമ്മൾ വരഞ്ഞു കൊടുത്തിട്ടാണല്ലോ വേവിക്കാനായിട്ട് വെച്ചത്. അപ്പം അടർത്തിയെടുക്കാനായിട്ട് ഈസിയാണ്. ഇനി ഇതിൻ്റെ മുള്ളെല്ലാം ഒന്ന് മാറ്റിയെടുക്കണം. നമുക്കതിൻ്റെ ദശ മാത്രമേ ആവശ്യമുള്ളൂ. മുള്ളില്ലാത്ത രീതിയിൽ ദശ നമുക്കൊന്ന് അടർത്തിയെടുക്കാം. ഇങ്ങനെ നമ്മൾ മീൻ മസാല തോരൻ തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മൾ മുഴുവൻ മുള്ളും മാറ്റിയതിന് ശേഷമാണ് ഇതിൻ്റെ തോരൻ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ധൈര്യത്തോടു കൂടി കൊടുക്കാനും പറ്റും. മുള്ളെല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ബാക്കിയുള്ള ചേരുവകൾ ചേർത്ത് നമുക്ക് ഈ തോരൻ ഇനി എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് മൺചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. അത് ആ ചട്ടിയുടെ എല്ലാ ഭാഗത്തും എത്തത്തക്ക രീതിയിൽ ചെറുതായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കുകയാണ്. 1/2 ടീസ്പൂൺ അളവിൽ കടുകിട്ട് പൊട്ടിച്ചെടുത്തു. 1/4 ടീസ്പൂൺ അളവിൽ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ വറ്റൽമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ നുറുക്കി വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും ഒരു തണ്ട് കറി ലീഫും നമുക്ക് ആദ്യം അതൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് വാടി വന്നപ്പോഴത്തേക്കിന് ചെറിയുള്ളി ചേർത്ത് കൊടുക്കുകയാണ്. ഈ ഒരു തോരന് ചെറിയുള്ളി തന്നെ ചേർത്ത് കൊടുക്കണം. എന്നാലേ കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് കിട്ടുകയുള്ളൂ. ഉള്ളിയുടെ നിറമൊന്നും മാറേണ്ട ആവശ്യമില്ല. നല്ല രീതിയിലൊന്ന് വഴന്ന് കിട്ടിയാൽ മാത്രം മതി. ഇനി അയിലമീനാണെങ്കിലും മത്തിയാണെങ്കിലും ഒക്കെ വാങ്ങിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കിയാൽ മുള്ളില്ലാതെ നമുക്ക് കഴിക്കാനായിട്ട് പറ്റും. നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ മാത്രമല്ല നമുക്ക് ചപ്പാത്തിയുടെ കൂടെ സെർവ് ചെയ്യാനാണെങ്കിലും നല്ല ഒരു കോമ്പിനേഷൻ കൂടിയാണ് ഈ ഒരു തോരൻ. ഉള്ളിയൊക്കെ വഴന്ന് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നിറമൊന്നും മാറേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിൽ എരിവുള്ള മുളക് പൊടിയാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ മുളക് പൊടിയുടെയൊക്കെ പച്ചക്കുത്തൊന്ന് മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുത്ത ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ മിക്സിയുടെ ജാറ് ഞാനൊന്ന് ചെറുതായിട്ട് ഒതുക്കിയെടുത്തിട്ടുണ്ട്. പൊടി പൊടിയായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ആ തേങ്ങയുടെ കൂട്ടും കൂടെ ചേർത്ത് നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കണം. ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. പുളിക്ക് വേണ്ടിയിട്ട് നമ്മൾ വാളംപുളി പിഴിഞ്ഞ വെള്ളം അതും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ലേശം വെള്ളത്തിലാണ് പുളി പിഴിഞ്ഞെടുത്തേക്കുന്നത്. ഇനി നുറുക്കി വെച്ചിരിക്കുന്ന മീനിൻ്റെ പീസസ് ഉണ്ടല്ലോ അതും കൂടെ നമുക്ക് ഈ ഒരു കൂട്ടിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ചെറിയ തീയിൽ വേണം നമ്മൾ ഇളക്കി ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കാൻ. നമ്മൾ പുളിവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ അതൊക്കെ ഈ മീനിലോട്ടൊന്ന് പിടിച്ച് കിട്ടണം. എന്നാലേ ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടുകയുള്ളൂ. മീനങ്ങ് നുറുക്കിയെടുക്കുമ്പോൾ ചെറിയ പീസുകളായിട്ട് തന്നെ നുറുക്കിയെടുക്കുക. ഇനി നല്ല രീതിയിൽ ഇളക്കി ആ പുളിവെള്ളമൊക്കെ ഒന്ന് വറ്റി കിട്ടുന്നത് വരെ ഡ്രൈ ആക്കാം. നമുക്കിവിടെ മുളക് പൊടിക്ക് പകരം പച്ചമുളക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. പച്ചമുളക് നല്ല രീതിയിലൊന്ന് ചതച്ചെടുത്താൽ മതി. നമ്മൾ തേങ്ങ ഒന്ന് ഒതുക്കിയെടുത്ത കൂട്ടത്തിൽ പച്ചമുളക് കൂടെ ചേർത്തിട്ട് ഒതുക്കിയെടുത്താലും മതി മുളക് പൊടിക്ക് പകരം. ഏതാണോ നിങ്ങൾക്കിഷ്ടം അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇച്ചിരി എരിവൊക്കെ ഉണ്ടാകണം ഈ ഒരു തോരൻ. എന്നാലേ ആ ഒരു ടേസ്റ്റൊക്കെ കിട്ടുകയുള്ളൂ.
എരിവും പുളിയുമൊക്കെയുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മസാല അയിലത്തോരനാണ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. നല്ലതായിട്ട് സ്റ്റീമൊക്കെ കയറി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ആ മസാലയൊക്കെ ആ മീനിൻ്റെ കഷ്ണങ്ങളിലോട്ട് പിടിച്ച് കിട്ടിയിട്ടുമുണ്ട്. ഇനി നമുക്ക് അവസാനം വേണമെന്നുണ്ടെങ്കിൽ ഒരു ലേശം വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നില്ല. അവസാനം ഞാനൊരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയുടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് ഒരു തണ്ട് കറി ലീഫും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അയിലമീൻ തോരൻ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇത് നമുക്ക് ചെറിയ ചൂടോടുകൂടെ സെർവ് ചെയ്യാനായിട്ട് നല്ല കിടു തന്നെയാണ്. ഇന്ന് കൂട്ടുകാരുമായിട്ട് പങ്കുവച്ച ഈ ഒരു റെസിപ്പി കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും, ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകരുത്. ഇനി അയിലമീനൊക്കെ വാങ്ങിക്കുമ്പോൾ കൂട്ടുകാർ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. ഈ ഒരു റെസിപ്പി കൂട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് പങ്കുവെച്ച് കൊടുക്കാനായിട്ട് മറന്നു പോകരുത്. അടുത്ത ദിവസം ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പി കൂട്ടുമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഞാൻ കൂട്ടുകാരുടെ ഇടയിലേക്ക് വീണ്ടും വരുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.